ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പാർട്ട് 3യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗങ്ങളും മറ്റു പല കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്പിറേഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ സിറ്റിസൺസിനും ലഭിക്കേണ്ട ഒന്നാണ്. അതായത് നമ്മളായിട്ട് ഓരോ വ്യക്തിയും അറിഞ്ഞോ അറിയാതെയോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ അതിന് സെലക്ട് ചെയ്യേണ്ടത് ടു ഓൾ സിറ്റിസൺ, എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യും, ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുഭവിക്കാൻ സാധിക്കും. സോ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. അതായത് അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കും, നേടിയെടുക്കാൻ സാധിക്കും. അതായത് അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോടതിയിലാണ് പോകാൻ സാധിക്കാം? ഹൈക്കോടതിയിലും പോകാൻ സാധിക്കും, സുപ്രീം കോടതിയിലും പോകാൻ സാധിക്കും. അതായത് ആർട്ടിക്കിൾ 32 റിട്ടുകളെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ റിട്ടുകൾ എന്താണെന്നുള്ള വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് നോക്കാൻ സാധിക്കും. ആർട്ടിക്കിൾ 32 അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി 226 അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഹൈക്കോടതിയിലും റിട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇത്രത്തോളം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എന്ന് പറയാൻ ഗ്യാരണ്ടി ചെയ്യുക മാത്രമല്ല, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും അതിനുള്ള റെമഡി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. സോ എന്താണ്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമുക്ക് റിട്ട് മൂവ് ചെയ്ത് കണ്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോ 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 എന്ന് പറയപ്പെടുന്നത് അത് സോറി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാർട്ടിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മുതൽ 35 വരെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കറക്റ്റ് പറയുന്നത് 14 തൊട്ടാണ് തുടങ്ങുന്നത്. 14 ടു 32 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓരോന്നും പറഞ്ഞു പോകുന്നത്, എണ്ണി എണ്ണി പോകുന്നത്. നമുക്ക് വരുന്ന ക്ലാസ്സുകൾ അത് ഓരോന്നും വിശദീകരിച്ച് പഠിക്കാം. പക്ഷെ ലോ എൻട്രൻസ് എക്സാമിൽ ചിലപ്പോൾ ട്രിക്കി ആയിട്ട് ചോദിക്കും. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആർട്ടിക്കിളാണ് ചോദിച്ചാൽ ചിലപ്പോൾ അതിൽ 14 ടു 32 ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ പാർട്ട് 3 എന്ന് പറയപ്പെടുമ്പോൾ 12 ടു 35 വരെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതാണ് നമ്മളത് കടമെടുത്തിട്ടുള്ളത്. എല്ലാ സിറ്റിസൺസിനും ലഭിക്കും വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവും ഇല്ലാതെ. മുതിർന്നവനോ താഴ്ന്നവനോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ ബേസിലോ റിലീജിയൻസിന്റെ ബേസിലോ ക്ലാസിന്റെ ബേസിലോ അല്ലെങ്കിൽ വർഗത്തിന്റെ ബേസിലോ വംശത്തിന്റെ ബേസിലോ യാതൊരു വിവേചനവും ഇല്ലാതെ ടു ഓൾ സിറ്റിസൺ എന്ത് കിട്ടും, ഫണ്ടമെന്റൽ റൈറ്റ്സ് ലഭിക്കുന്നതാണ്. അത് ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ സാധിക്കും. ആർട്ടിക്കിൾ 32 അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലും 226 അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലും പോകാൻ സാധിക്കും. പിന്നെ സുപ്രീം കോടതിയെയാണ് ഗാർഡിയൻ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. ഇനി ആദ്യത്തെ ആർട്ടിക്കിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ 12 എന്താ പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. സോ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ. ഒന്ന് ഗവൺമെന്റ്, അതായത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഇനി ഓരോ സ്റ്റേറ്റുകളിലെയും ലെജിസ്ലേച്ചർ ആൻഡ് ഗവൺമെന്റ്, അതേപോലെ ലോക്കൽ അതോറിറ്റീസ്, അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ
ടെറിറ്ററിയിലുള്ള ലോക്കൽ അതോറിറ്റീസും മറ്റ് അതോറിറ്റീസുകളും, അതേപോലെ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് മൊത്തത്തിൽ അത് ഏറ്റെടുത്ത് നടത്തണം എന്നില്ല. അല്ലാത്തരം അതിന് ഗവൺമെന്റ് ക്യാഷ് ഇറക്കുന്നുണ്ടോ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ക്യാഷ് കൈപ്പറ്റുന്നുണ്ടോ, ആ സ്ഥാപനം സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോ യൂണിവേഴ്സിറ്റി എന്താണ് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ. അത് അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങളുടെ ആൻസറിന് ശേഷം അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ കാര്യം പറഞ്ഞു തരാം. ഓക്കെ. ആർട്ടിക്കിൾ 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. ജുഡീഷ്യൽ റിവ്യൂ ആർക്കാ ചെയ്യാൻ സാധിക്കാം? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കാണ് ചെയ്യാൻ സാധിക്കാം. ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാൻഡ് ഓഫ് ദ ലോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോ ഓഫ് ദ ലാൻഡ്. ഈ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ് തത്വമാണ്, അല്ലെങ്കിൽ നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയപ്പെടുന്നത്. സോ ആ ഭരണഘടനയുടെ പ്രൊവിഷൻസിന്, അല്ലെങ്കിൽ അതിന്റെ കോർ ആയിട്ടുള്ള ഐഡിയകൾക്ക് വിഭിന്നമായിട്ട് മറ്റ് ഏത് ലോ വന്നു കഴിഞ്ഞാലും ആ ലോ എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 30 ക്ലോസ് 1 പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പുള്ള ലോകൾ, കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം, അതായത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പോകുന്നുണ്ടെങ്കിൽ ആ ലോകളിലെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിന് ഇൻകൺസിസ്റ്റൻസ് ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഭാഗം എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ മുമ്പ് ഉള്ള ലോ അത് റിപ്പബ്ലിക്കിന് ശേഷവും കോൺസ്റ്റിറ്റ്യൂഷന് നിലവിൽ വന്നതിന് ശേഷവും മുന്നോട്ട് പോകുന്ന ലോ ആണെന്നുണ്ടെങ്കിൽ ആ ലോയുടെ ഏതെങ്കിലും ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ആ ഒരു ഭാഗം എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഓക്കെ. ഇനി സ്റ്റേറ്റിന് ഒരിക്കലും പറഞ്ഞ സ്റ്റേറ്റിന് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേറ്റ് ഒരു ലോ ബേക്ക് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബേക്ക് ചെയ്ത ലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസുകൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ് 2 പറയുന്നത്. അതേപോലെ 3 പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, 3 ലോനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് എന്ന് പറയുന്നത് 13 ക്ലോസ് 3 പറയുന്നത്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ലോനെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഏത് ആർട്ടിക്കിളാണ് ചോദിച്ചു കഴിഞ്ഞാൽ 30 ക്ലോസ് 3 ആണ് പറയുന്നത്. സോ എന്തൊക്കെയാണ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർഡിനൻസ് ആണ്, അല്ലെങ്കിൽ ഓർഡർ, ബൈലോ, റൂള്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻ, കസ്റ്റം, അല്ലെങ്കിൽ യൂസേജ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോന്നും എന്താന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും, ആർട്ടിക്കിൾ 13 എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും, അത് ഏതൊക്കെയാണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്, അതേപോലെ ലോക്കൽ അതോറിറ്റീസ്, അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ ഇത് കാണാപ്പാട് പഠിച്ചു പോവുക. ഇതിൽ ഉൾപ്പെടാത്ത മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചോദിക്കും. സോ അത് നന്നായിട്ട് പഠിച്ചു പോകും. ദെൻ ജുഡീഷ്യൽ റിവ്യൂ എന്താന്നുള്ളത്, അതില് എന്താണ് ലോനെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്താണ്? ആർട്ടിക്കിൾ 30 ക്ലോസ് 3 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സിലായിട്ട് പറഞ്ഞു പോകാൻ സാധിക്കും. ഓക്കെ. അപ്പം നന്നായിട്ട് പഠിക്കുക. വരുന്ന ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.